അങ്ങനെ ബെഡ്റൂം ഉണ്ട്. ഹലോ, അപ്പൊ കൺമണി വീട്ടിലെ ഒരു പുരാവസ്തു ഞാൻ കാണിച്ചു തരാം. പുരാവസ്തു ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്കുള്ള കണ്ടന്റ് ആണ്. ഇനി എന്നെ കുറച്ച് പുകഴ്ത്തി പറഞ്ഞേ. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നല്ല അഭിനയാണ്. മതി. നിങ്ങക്ക് അഗിൻ എന്ന ക്യാരക്ടറിനെയാണോ കൃഷ് എന്ന ക്യാരക്ടറിനെയാണോ ഇഷ്ടം? അതെന്ത് പറ്റി കൃഷ്ണനെ ഇഷ്ടമല്ലാത്ത? ശരിയില്ല. അതെന്നാ എന്നാന്ന് പറ. ഒന്നുമില്ല, അത് ഞാൻ തന്നെ പറഞ്ഞിട്ട്. അല്ല, അപ്പൊ അഖിലിന് കണ്ട ക്വാളിറ്റീസ് എന്താ? അഖിലിന് കണ്ട ക്വാളിറ്റീസ് എന്താ? ക്വാളിറ്റിയിലല്ലോ ഒരാൾ ഇഷ്ടപ്പെടുന്നത്. പിന്നെ ക്വാളിറ്റി ഇല്ലെങ്കിലും കുഴപ്പമില്ല, പാവം ചെക്കനാ അല്ലേ? ഇത് പറയിപ്പിക്കാട്ടോ. അല്ലോട് ഞാൻ പറയിപ്പിക്കുന്നില്ല, ഇയാൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങള് ഒരേ നാട്ടുകാരാട്ടോ. ഒരേ നാട്ടുകാർ മീൻസ് ഇയാളും എവിടെയാണ്? ഞാൻ കോഴിക്കോട് പന്നിയങ്കര. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. എനിക്കത് മലപ്പുറത്തിന്റെ ഭാഗമാണ്, തൊട്ടടുത്താണ് ഞങ്ങൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറയാറ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നാ പറയാറ്. കാരണം അവിടെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് എയർപോർട്ട് ഉണ്ടാക്കിയത്. കുറെ പേർക്ക് അറിയില്ല കേട്ടോ സംഭവം. നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉള്ളത് എവിടെയാ അറിയോ? എവിടെയാ? മലപ്പുറം ജില്ല. പക്ഷെ പണ്ട് കോഴിക്കോടായിരുന്നു നല്ല സംഭവം. നാറ്റിക്കാണ് എന്നെ. മലപ്പുറം തന്നെയല്ലടാ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കുറെ വർക്ക് ചെയ്തില്ലേ? ഈ വർക്കായിട്ടുള്ള വ്യത്യാസം എന്താ? ഈ വർക്ക് എങ്ങനെയാണ്? ഭയങ്കര ഇഷ്ടമാണോ ഈ വർക്ക്? അതായത് നമ്മുടെ കൺമണിയോ? യെസ്. കൺമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ വരാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 24-25 വർഷമായല്ലോ. പക്ഷെ ഈ ക്യാരക്ടർ ഭയങ്കരമായിട്ട് എന്താ പറയാ, മനസ്സിൽ തട്ടി ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ്. അടിപൊളി ക്യാരക്ടറാണ്. എനിക്ക് ഇത്രയും വർഷത്തിന് ശേഷം ഒരുപാട് നല്ല ക്യാരക്ടർ കിട്ടിയിട്ടുണ്ടെങ്കിലും എല്ലാത്തിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്നത് ഈ ക്യാരക്ടറാണ്. ഈ ബാക്കിൽ കാണുന്നതാണ് കൺമണി വീട്. കുറെ മൂവീസ് ഒക്കെ ഷൂട്ട് ചെയ്തില്ല ഇവിടെ? ഇഷ്ടം പോലെ മൂവീസ് ഷൂട്ട് ചെയ്ത്, അതുപോലെ തന്നെ സീരിയൽസ് ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പഴയ കുറെ സീരിയൽ. കൊച്ചിയാണ് ലൊക്കേഷൻ വരുന്നത്. കൊച്ചി ഈ പൂക്കാട്ടുപടിയാണ് ലൊക്കേഷൻ. അപ്പം എനിക്കും എന്റെ ഫേവറേറ്റ് സീരിയലാണ് ഈ സൂപ്പർ. എന്റെ ഫസ്റ്റ് ഹീറോ വേഷം ഇതായിരുന്നു. പിന്നെ ഞങ്ങളുടെ പേർ ഹിറ്റായതും ഈ സീരിയലിലെ. പിന്നെ ഫസ്റ്റ് ആകെ 2 സീരിയൽ അഭിനയിച്ച ഒരാൾക്ക് ഈ പേർ ഹിറ്റ് ആവാൻ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ലേ അപമാനിക്കരുതെന്ന്. അല്ല, വെറുതെ പറഞ്ഞു. താരത്തിലടാ. അപ്പം കുറെ സീനിയറായ ഒരു മനുഷ്യനാട്ടോ. പക്ഷെ ഞങ്ങൾ എടാ പോടാ ബന്ധമാണ്. കാരണം ഇവിടെ സീനിയോറിറ്റി അല്ലെങ്കിൽ അങ്ങനെ പെരുമാറണം ഇങ്ങനെ പെരുമാറണം ഒരു സംഭവമില്ല. ഇത് കഴിഞ്ഞാൽ ഇയാള് എന്നോട് പറഞ്ഞത് പച്ചത്തെറികളാ. ഇത് തുറന്നു പറയാൻ പറ്റുമോ അറിയില്ല, പക്ഷെ പച്ചത്തെറികളാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടോ തെറി. ഞാൻ തെറി വിളിക്കാറില്ല, പക്ഷെ ഞങ്ങൾ അങ്ങനെ സംസാരം ഒക്കെ അങ്ങനെ ആ ലെവലാണ്. ആരും വിചാരിക്കുന്നത് ഇയാളെ കണ്ടു കഴിഞ്ഞൊരു മാന്യൻ ലുക്ക് ഉണ്ട്, പക്ഷെ മാന്യനല്ല. എടാ, ആൾക്കാർ വിചാരിക്കും നമ്മൾ സംസാരിക്കുന്നേ തെറിയായിട്ടാണ്. അല്ലല്ല, അങ്ങനെയല്ല. ഞങ്ങൾ ജസ്റ്റ് ഞങ്ങൾ പക്ക ഫ്രണ്ട്സ് ഇല്ലേ, ആ ലെവലിലാണ് ഇവിടെ പോണത്. കാരണം തെറി പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ അവൻ ചെയ്യും. അല്ല, ഞങ്ങൾ എന്താ പറയോ, ഒരു ഫ്രണ്ട്ലി വൈബിലാണ് ഇവിടെ മുമ്പോട്ട് പോകണം അല്ലേ? നമ്മള് ഡയറക്ടർ ആണെങ്കിലും ഏത് മേഖലയാണെങ്കിലും ഇവിടെ ക്യാമറമാൻ ആണ്. അങ്ങനെ സംഭവമൊന്നുമില്ല. ക്യാമറമാനും ഞാനൊക്കെ മുടിഞ്ഞതല്ല, ഫുൾ ടൈം കളിയും ചീരും. ഇയാളാണെങ്കിലും വെറുതെ ചളി. ഇന്ന് എന്തോ ഒരു ചളി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ സപ്പോർട്ട് ചെയ്യാറ്. ഇപ്പൊ മൈൻഡ് ചെയ്യാറില്ല ചളിക്കൊന്നും. അപ്പം ചളിയിലേക്കൊന്നും മൈൻഡ് ചെയ്യാറില്ല. അപ്പൊ അവിടെ ഷൂട്ട് നടന്നുകൊടുക്കും. ഞങ്ങൾ തൊട്ടടുത്ത് വന്നേ. ഞാൻ ഇപ്പൊ ക്യാമറമാനെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. നല്ല പറഞ്ഞുള്ളൂ. അപ്പോഴേക്കും ഇന്നെ അവിടെ നിന്ന് മാറ്റിക്കാഞ്ഞ് വേറെ ഒന്നുമില്ല. അവിടെ സീൻ ഫ്രെയിം വെച്ചിരിക്കുക. ഫ്രെയിം ഞങ്ങളെ കാണും. ഞങ്ങള് ആ സീനിൽ ഞങ്ങളപ്പോൾ അവിടെ ഇല്ല. ഞങ്ങൾ പിന്നെ വെറുതെ ആ ബാക്കിൽ വന്നിട്ട് കാര്യമല്ലോ. അപ്പം അതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഇത് എത്താമത്തെ ഓർക്കാം. ഇതാണ് ഞങ്ങളുടെ സ്വന്തം പ്രൊഡക്ഷൻ കൺട്രോളർ. കമോൺ, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ടേക്ക് വാ. ഫേമസ് ക്രിക്കറ്ററാണ് കേട്ടോ. ഇതൊന്നും പറഞ്ഞ് പെയ്ഡ് പ്രൊമോഷൻ അല്ല. പേര് പറ. എന്റെ പേര് പ്രഭാത് എന്നാണ്. ഞങ്ങളുടെ സ്വന്തം കൺട്രോളർ. കുറെ കാലത്തിന് ശേഷം ഞങ്ങൾ തെരഞ്ഞ് കിട്ടിയ ഒരു കൺട്രോളർ. ഈ കൺട്രോളറിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചില സമയത്ത് കൺട്രോൾ പോയ കൺട്രോളറാവും. പിന്നെ ഇവന്റെ കൂടെ ഒരാളുണ്ട്, എക്സിക്യൂട്ടീവ് സജിയും കൂടി കണ്ട്. പക്ഷെ സജി ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ വല്ല വരില്ല. പറയുമ്പോ ഒരു ക്യാമറമാനാണ്. പറയുമ്പോ ഒരു ക്യാമറ. അവൻ അവിടെ നിന്ന് കൈ അവിടെ ആ സെറ്റിയിലുണ്ട് കേട്ടോ ആള്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങനെ കൈ കാണിച്ചു. ഞാൻ എന്താ ഈ ഡ്രസ്സിന് വിചാരിക്കും. ഞാൻ ഈ കോസ്റ്റ്യൂം എന്റെ സൂപ്പർ കൺമണി കോസ്റ്റ്യൂമാണത്.
അപ്പൊ അവിടെ നിന്ന് കൈ കാണിച്ച് അതേമാതിരി കിടന്നു. ഞങ്ങളൊക്കെ പിന്നെ ക്യാമറയുടെ മുമ്പിലേക്ക് വരാൻ കൊതിക്കുന്ന ആൾക്കാരല്ലേ. അതെ. പ്രഭാതേട്ടൻ നല്ലൊരു ആക്ടറാണ് കേട്ടോ. ഈ ഇടത്ത് ഞങ്ങളൊരു റീൽസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഓൺ വോയിസ് ഷൂട്ട് ചെയ്തത്. റീൽസ് ഷൂട്ട് ചെയ്ത് ഞാനാണ്, എഡിറ്റ് ചെയ്തത് ഞാനാണ്. അതൊരു 1.5 റീലായിരിക്കും അല്ലേ? നല്ല രസമല്ലേ റീല്? അത് ആരാ ചെയ്ത് വെച്ചോക്കി അങ്ങോട്ട് ചോദിക്കും. ആരാടാ ചെയ്ത്? ക്യാമറമാൻ ഞാൻ. അതിന് മാത്രം കൊള്ളാം അല്ലേ? ഇത് കഴിഞ്ഞ് നമുക്ക് ഇതിനെ കൊല്ലണേ. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ സൂപ്പർ കണ്ണിന് വിശേഷങ്ങൾ. ശ്രീനിയെ കാണിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഇയാൾ ഇതേമാതിരി പക്ക സീരിയസ് മാതിരി ഇപ്പൊ നിൽക്കണം. ഭയങ്കര ചളിയും ഭയങ്കര കോമഡിയാണ് ഇയാള്. മോഹൻലാൽ അതെ പുറത്തിറങ്ങി മനസ്സിലാവില്ല. കുറെ ആൾക്കൊരു കൺമണീന്റെ അച്ഛനെ എവിടെയും പുറത്ത് കാണാറില്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ കല്യാണത്തിന് പോയപ്പോഴേ പുള്ളി അടുത്തിണ്ടായിരുന്നു. പുള്ളിയോട് തന്നെ ചോദിച്ചു, കൺമണിയുടെ അച്ഛൻ വന്നില്ലേന്ന് ചോദിച്ചു. ആ അവസ്ഥയാണ്, മനസ്സിലാവില്ല ഇയാളെ. ആളെ മനസ്സിലാവും. നല്ല വിഗ് വെച്ച നല്ല ഇയാളെ നമ്മൾ പുതിയ മറ്റേ ഒരു ഫാമിലി എന്തൊരു തമിഴ് പടം ഇറങ്ങിയില്ലേ, എന്തായിരുന്നു, ടൂറിസ്റ്റ് ഫാമിലി, അതിലെ അച്ഛൻ ക്യാരക്ടർ ഇല്ലേ, അതുപോലെ ഉണ്ട് നിങ്ങളെ ഫേസ് കാണാൻ. അപ്പൊ ഞാൻ പോട്ടെ. ഞാൻ പ്രഭാതേട്ടന് വേറെ പറയാം. ഒരാളെ നിർത്തിയിട്ടേ ഉണ്ടോ മനസ്സിലായി. അഭിനയം അല്ലെന്ന് ഇയാൾ തന്നെ പറഞ്ഞു. അതായത് അഭിനയമല്ല, ഫേസ് മാത്രം. അല്ല മൂപ്പര് അവ പേര് ദില്ലി. ഞങ്ങളെ ഇയാളെ തന്നെ വിശേഷിപ്പിക്കുക എന്താ അറിയോ, മോഹൻലാലിന് കുറെ മാനറിസം, മോഹൻലാൽ സാറിന്റെ കുറെ മാനറിസം ഇയാൾ കിട്ടിയിട്ടുണ്ടെന്ന്. എന്നാൾ ഇവിടുന്ന് കാലറി വിൽക്കാൻ പോയതാ. പക്ഷെ അത് ഡയറക്ടർ അടിപൊളിയായിട്ട് പറയുമ്പോ സംഭവം ഞാൻ കണ്ടതാ, കാലറി വിൽക്കാൻ പോയത്. എന്നിട്ട് അത് പറഞ്ഞ് ഞാൻ അഭിനയിച്ചതാണ്. പിന്നെ ആ സീന് ഷോർട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് 2 ഗുണങ്ങളുണ്ട്. മനോഹരമായിട്ടുള്ളതുകൊണ്ട് നമുക്കിപ്പം പുള്ളിയുടെ കാണിക്കല്ലേ. ഇരട്ട സഹോദരൻ ഉണ്ട് കേട്ടോ, നമ്മുടെ കൺമണിയുടെ അച്ഛനെ ഇരട്ട സഹോദരൻ ഉണ്ട്, ക്യാഷർ, ഫിനാൻസ് കൺട്രോളർ. പുള്ളിയില്ലാത്ത സമയങ്ങളിൽ നമ്മള് സദക്ഷൻ വെച്ച് അഭിനയിപ്പിക്കുന്ന അദ്ദേഹത്തെ വെച്ച് സെയിം ലുക്ക് പ്രേക്ഷകർ അതിനെതിരായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയണം. ഇനി എന്താ അറിയോ, അധികം ഇവിടുന്ന് ജാടിറക്കി കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു ആളെ മാറ്റും. സെയിം ലുക്ക, ആരും തിരിച്ചറിയാൻ പറ്റില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിന് സജഷൻ ഒക്കെ വെക്കാൻ പറ്റുള്ളൂ. മുഖത്ത് വെച്ച് കഴിഞ്ഞാൽ അഭിനയില്ലേ, ഇവനെ അങ്ങനെയല്ല. ഇവനെ ആര് വെച്ച് കഴിഞ്ഞാൽ അഭിനയിക്കാനുള്ള അതിപ്പോ നിങ്ങൾ അഭിനയം ഉണ്ടെന്ന് പറഞ്ഞു ആരെങ്കിലും, സെയിം എക്സ്പ്രഷൻ, സെയിം ക്യാമറ ആണല്ലോ. ആ സജക്ഷൻ വെച്ചപ്പോ ഇപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോ പ്രഭാസ് അങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് ഭാവങ്ങളാ വരുന്ന പറഞ്ഞു. ബാക്കിൽ നോക്കുമ്പോഴോ അല്ല, ഡയറക്ടർ ഫ്രണ്ടിലാണല്ലോ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ സീരിയലില് കൃഷിനെയാണോ സാനിയാണോ ഇഷ്ടം, കൺമണിയാണോ ഇഷ്ടം? കൺമണിനെ. എത്താത്ത കൊമ്പില് കിളിന്ന വേണ്ട മോളില്ലാതെ സാനി കൃഷി വിട്. അഗിനെയാണോ സാനിയാണോ ഇഷ്ടം? അതഗിന്നെ. രണ്ടും ബാലൻസ് ചെയ്ത് അപ്പം ഞങ്ങളെ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കൺമണി വീട് കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഒരുപാട് കുറെ ഇത് എത്ര കൊല്ലം മുമ്പുള്ള 100 വർഷം മുമ്പ് നേരത്തെ ഷൂട്ട് ചെയ്തിരുന്ന വ്ലോഗ് കട്ടായി പോയി. എനിക്ക് ഷോർട്ട് റെഡി ആയി. അപ്പം ഞാൻ ഷോർട്ടിലേക്ക് പോകുന്നതാണ്. ഇതൊക്കെ വീഡിയോ വരെ കാണാറുണ്ടല്ലേ? അങ്ങനെ പിന്നെ അപമാനിക്കല്ലേ? നന്നായി ശരി. നിങ്ങൾ കണ്ടോ? ചെറിയൊരു തിരുത്തലുണ്ട്. ഈ വീടിന് 100 വർഷമല്ല പഴക്കമുള്ളത്. വീട്ടുകാരിയുടെ ചോദിക്കാം. അമ്മേന്റെ പേര് പറ. എന്റെ പേര് രമ. രമാമേന്റെ വീടാണ്, രമാമേന്റെ ഹസ്ബൻഡിന്റെ വീടാണ്. ഇത് എത്ര കൊല്ലം ഈ വീട് പണിതിട്ട്? 75-76 കൊല്ലായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടല്ലേ? മാറ്റങ്ങൾ വരുത്തി, പക്ഷെ മാറ്റം വരുത്തി. കുറെ സ്ഥലം അതേപോലെ തന്നെ പഴയ വാതിലുള്ളത് ഉണ്ടോ, പഴയ ടൈപ്പ് വാതിലുള്ളത്. അങ്ങനെ ഒരുപാട് പഴയ മറ്റേ പൂരാന്നല്ലേ പറയുന്നത് അല്ലേ, മുകളിൽ മേൽക്കൂര അങ്ങനെയുള്ള വീട് ഇപ്പം അധികം ആരും കണ്ടല്ലോ. ഞാൻ ചെറുപ്പത്തിൽ കണ്ടു, എന്റെ വീട് അങ്ങനെയായിരുന്നു, മേൽക്കൂര പണ്ട്. പക്ഷെ ഇത് വലിയ വീടാട്ടോ. അന്ന് ആ ടൈമില് ഏറ്റവും ഈ ഏരിയയിൽ ഇങ്ങനത്തെ വീടില്ലല്ലോ വേറെ. ഇതിന്റെ തറവാടുണ്ട്. അതിപ്പോഴും ഉണ്ടോ? അതൊരു 100-500 വർഷം പഴക്കമുണ്ടാവും. 500 വർഷം പഴക്കമുണ്ടാവും. അത് തൊട്ടടുത്താണെങ്കിൽ എന്തായാലും പോയി കാണും. എനിക്ക് അങ്ങനത്തെ വീട് ആണോ? ഞങ്ങൾ രണ്ടാളും ഒരു ദിവസം പോയി കാണും. 500 വർഷം പഴക്കമുള്ള വീടാണ് ഇത്. 75 വർഷം പഴക്കമുള്ള വീടാണ്. ഇതില് കുറെ കാര്യങ്ങൾ മാറ്റം വരുത്തിയിട്ടെങ്കിലും ആ വീട് അതുപോലെ തന്നെ ഫ്രണ്ടേജ് ഒക്കെ മാറ്റം വരുത്തിയിട്ടില്ല. അടുക്കള മാത്രം മാറ്റം വരുത്തുള്ളൂ. അപ്പം നമുക്ക് എന്റെ പഴയ വീടൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഓർമ്മ കിട്ടും. അതായത് ഈ ഏരിയയില് വേറെ വീട്, ആ ഒരു വീടല്ലാതെ ഈ എറണാകുളത്ത് ഇങ്ങനത്തെ വീട് വളരെ ചുരുക്കമുള്ളൂ.
അപ്പം 75 വർഷം മുമ്പുള്ള വീടാണ് ഞങ്ങൾ നിൽക്കണ, ഷൂട്ട് ചെയ്യണ അടിപൊളി വീടാണ്. ഇവിടെ കയറുമ്പോൾ ഭയങ്കര തണുപ്പാ. നമ്മുടെ വീട്ടിലൊക്കെ ടെറസ് വീട്ടിലൊക്കെ ചൂട് കൂടുതലല്ലേ, ഈ വീട്ടിൽ ഭയങ്കര തണുപ്പാണ്. ഇതാണ് ഞങ്ങളുടെ ഈ വീട്ടിലെ അമ്മ. അപ്പൊ ഓക്കെ, അവിടെ പുറത്ത് സംസാരം നടന്നിട്ടുണ്ടായിരുന്നു 100 വർഷമായി, 75 വർഷമായി ഞങ്ങള് അല്ല. പക്ഷെ ഈ വീട് കണ്ടു കഴിഞ്ഞാലേ നമുക്ക് 175 വർഷം തോന്നിക്കൂല, പുതിയ വീട് മാതിരി തന്നെ ഉണ്ട്. അമ്മയ്ക്ക് വീതം കിട്ടിയ സ്ഥലമാണ്. അപ്പൊ അച്ഛൻ ആണ് ഇത് പണിയിച്ചത്. ഏച്ചിന്റെ അമ്മന്റെ ഹസ്ബൻഡ് അല്ല, ഈ ഇവിടുത്തെ അച്ഛന്റെ അച്ഛൻ പണിപ്പിച്ച വീട്. അവര് 6 മക്കളാ. അപ്പൊ ഇളയ മകന് കൊടുത്തതാ. ആണല്ലേ. അപ്പം ഞങ്ങള് ഒരു 100 വർഷം 75 വർഷം പഴക്കമുള്ള വീട്ടിലാണ് ഷൂട്ട് ചെയ്യണത്. ഭയങ്കര രസമാണ്. ഞാൻ കാണിച്ചു തരാം വീടിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ. താങ്ക് യു അമ്മ. കൊട്ടത്തളം ഉണ്ടായിരുന്നു അവിടെ. ഇവിടെ ഒരു വാതില് ഇങ്ങനെ വെള്ളം കോരാൻ ഒരു ചാട്, പണ്ടത്തെ കറക്കി വെള്ളം കോരണ ആ സംഭവം അതുണ്ടായിരുന്നു. ചാട് എന്നാണെന്ന് പറയാം. അതെ, ചാടെന്നാ പറയണേ. പിന്നെ ഇവിടെ താഴത്തെ അടുപ്പ് താഴെ അത് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ചിമ്മിനിയൊന്നും ഉണ്ടായിരുന്നില്ല. ചിമ്മിനി ഉണ്ടാക്കി നമ്മള്. അത് കോൺക്രീറ്റ് ഉണ്ട്. ഈ വീട്ടിൽ ആകെ ഒരു കോൺക്രീറ്റ് പാർട്ട് ഉള്ളത് ഇവിടെ തോന്നുന്നു എനിക്ക്, അല്ലേ? ഈ ഒരു ഭാഗത്താണ് ആകെ കോൺക്രീറ്റ് പാർട്ട് ഉള്ളത്. ബാക്കി ഈ വീടിന്റെ ഈ അടുക്കള മാത്രം മാറ്റം പറ്റുള്ളൂ. ബാക്കിയൊക്കെ ഈ വീട് ദയമായി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അത് ആവശ്യമാണല്ലോ അല്ലേ? ഇപ്പൊ ഇത് വരുമ്പോ ഈ ചിമ്മിനി വേണം. പിന്നെ ഇവിടെ ആയിരുന്നല്ലേ ഇത് വെച്ചിട്ടില്ലേ, സ്പൂണൊക്കെ വെച്ചിരിക്കുന്ന ആ ഭാഗത്തൊരു ചെറിയ വാതില്, ഇതുപോലെ ഒരു വാതില്. അതുപോലത്തെ ഒരു വാതിലുണ്ടായിരുന്നു. വെള്ളം പണ്ടത്തെ മൂവിയില് കാണുന്ന അതൊക്കെ പൊളിച്ചു മാറ്റി. പക്ഷെ അത് ഇവിടെ വരുമ്പോ അതുണ്ടായിരുന്നു. ഇപ്പൊ അത് പക്ഷെ വേണമെന്ന് തോന്നുന്നു. പഴയൊരു ഇതല്ലേ. ചാടും ഒക്കെ പോയി, വേറെ ആരും എടുത്തോണ്ട് പോയി. അത് ഇരിപ്പില്ല. അയ്യോ, അതൊക്കെ പഴയ സംഭവങ്ങൾ. ഞാൻ എന്റെ ചെറുപ്പത്തിൽ അതില്ലായിരുന്നു കേട്ടോ. ഞങ്ങളെ വീട്ടിലൊന്നും, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ കപ്പി അതുള്ളായിരുന്നു. ഈ ഇതിലായിരുന്നു. പക്ഷെ എന്റെ പഴയ വീട് ഇത്ര ഇതല്ല, ചെറിയൊരു വീടായിരുന്നു. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ ഇതിന് മുകളിലേക്ക് നിലം കേട്ടോ. മുകളിൽ ടോട്ടൽ എത്ര റൂം ഉണ്ട് നമുക്ക്? മുകളിൽ 4 റൂം. മുകളിൽ 4 ബെഡ്റൂമും പിന്നെ താഴെ ഒരു പോർട്ടിക്കോയും മുകളിലുണ്ട്. താഴെ 4 ബെഡ്റൂം ഉണ്ട്. 8 ബെഡ്റൂം ഉണ്ടല്ലേ? 8 ബെഡ്റൂം ഉണ്ട്. മുറികളുണ്ട് ഇവിടെയോ? എല്ലാം കൂടെ കൂട്ടി 10-15 മുറിയുണ്ട്. 15. എന്റെ ആ വീട് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ആകെ 2 റൂമുള്ളായിരുന്നു അന്ന്. അത് ചെറിയ റൂമാണ്. ഇത് വലിയ വിസ്താരമുള്ള റൂമാണ്. വലിയ മുറി. എന്റെ പഴയ വീട് പറഞ്ഞാൽ അത്ര വലിയ മുറിയില്ല, ചെറിയ മുറിയായിരുന്നു. ഒരു കട്ടിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ വലിയ മുറികളുള്ളല്ലോ. അതും 15 മുറി ഉണ്ടല്ലേ? 16 മുറി. എല്ലാ മുറിക്കും ഈ അന്ന് ഓജായിപ്പെന്നാ പറയുന്നത്. മൂത്രം ഒഴിക്കാൻ പോകാൻ മാത്രം ആയിട്ട്. അത് ഈ കരിങ്കല്ലിന്റെ ഇതാണ് വെച്ചിരുന്നത്. പുറത്തേക്ക് ഓവ്. അതിപ്പോ ഇല്ല, അതില്ല. അതൊക്കെ മാറി കംപ്ലീറ്റ് ടോയ്ലറ്റ് ആക്കിയല്ലേ? അത് മാറ്റം വരുത്തുന്നത്. ഇപ്പൊ പുതിയ ടൈപ്പ് ഓഫ് ടോയ്ലറ്റ് ആണ് വീട്ടിൽ വെച്ചത്. അങ്ങനെ മുകളിൽ 4, താഴെ 8 റൂം. 8 റൂമായിട്ടുണ്ട്. പിന്നെ മുറികൾ അറ്റാച്ച്ഡ് ആക്കിയല്ലേ? മീൻസ് അത് മുറി ഉണ്ടായിരുന്നു. മുറിയുണ്ട്. നമ്മള് വെറുതെ ഇത് വെച്ചാൽ മാത്രം മതിയായിരുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം എന്ന് പറഞ്ഞാൽ പോലും അവിടെ ബാത്റൂം ഉണ്ടായിട്ടും ഇപ്പത്തെ റൂമിനെ നമ്മളെ വീട്ടിലെ റൂമിനെക്കാട്ടി വലിയ റൂമാണ് അവിടെ ഉള്ളത്. ചിലപ്പോൾ നമ്മള് പിന്നെ പണി വെച്ച റൂം ചെറുതാവും, അറ്റാച്ച്ഡ്. പക്ഷെ ഇവിടെ റൂം ചെറുതായിട്ടൊന്നുമില്ല, ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് റൂം ഉള്ളത്. ഞാൻ കാണിച്ചു തരാം വീഡിയോ എങ്ങനെ കറക്റ്റ് ആയിട്ട്. ഒരു ദിവസം ഹോം ടൂർ തന്നെ ചെയ്യും ഇവിടെ. ഈ വീട് 1953 പണി കഴിപ്പിച്ചത്. അത് ഈ വീടിന്റെ മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്.